ടെക് വാർത്തകളിലേക്ക്. മുംബൈ ഗോവ ഹൈവേ ജൂണിൽ പൂർത്തിയാകും. രാജ്യത്തുടനീളമുള്ള ഭൗതിക ടോൾ ബൂത്തുകൾ ഉടൻ നീക്കം ചെയ്യുമെന്നും ഗഡ്കരി. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന മുംബൈ ഗോവ ഹൈവേ ഈ വർഷം ജൂണിൽ പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ഭൗതിക ടോൾ ബൂത്തുകൾ ഉടൻ നീക്കം ചെയ്യുമെന്നും കേന്ദ്രം പുതിയ ടോൾ നയം കൊണ്ടുവരുമെന്നും റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആവർത്തിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കയേക്കാൾ മികച്ചതായിരിക്കും എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മുംബൈക്കും ഗോവയ്ക്കുമിടയിലുള്ള ദേശീയപാത ഈ സ്ഥലങ്ങൾക്കിടയിലുള്ള യാത്രാസമയം കുറയ്ക്കുകയും കൊങ്കൺ മേഖലയിലെ വികസനത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലിനെ ചൊല്ലിയുള്ള നിയമപരമായ തർക്കങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളുമാണ് ഹൈവേയുടെ കാലതാമസത്തിന് പ്രധാന കാരണങ്ങളായി ഗഡ്കരി ചൂണ്ടിക്കാട്ടിയത്. സാറ്റലൈറ്റ് ട്രാക്കിങ്ങും വാഹന നമ്പർ പ്ലേറ്റ് തിരിച്ചറിയലും ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് സ്വയമേവ ടോൾ പിരിക്കാൻ കഴിയുന്ന പുതിയ സംവിധാനം ഉടൻ നടപ്പാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 300 ദശലക്ഷം പുതിയ ഉപഭോക്താക്കളെ കൊണ്ടുവരാൻ പദ്ധതിയിട്ട UPI പേയ്മെന്റ് സംവിധാനം. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്കും വീട്ടുജോലിക്കാർക്കും വേണ്ടിയുള്ള ഡെലിഗേറ്റഡ് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളിലൂടെയാണ് ഈ നീക്കം. ഇന്ത്യ ദശലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെ അവരുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ UPIയിലേക്ക് കൊണ്ടുവരാനും വിദേശത്ത് കൂടുതൽ സ്വീകാര്യത നേടാനുമുള്ള വേദിയൊരുക്കാനും പദ്ധതിയിടുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 450 ദശലക്ഷത്തിലധികം റീറ്റെയിൽ ഉപഭോക്താക്കൾ പേയ്മെന്റിനായി UPI ആശ്രയിച്ചു. ഇടപാട് ഫീസ് നൽകാതെ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ചെറിയ തുകകൾ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള പേയ്മെന്റുകൾ നടത്താൻ വ്യാപാരി QR കോഡുകൾ സ്കാൻ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ 90 മടങ്ങ് വർധനവുണ്ടായി. ഇന്ന് ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളുടെ ഏകദേശം 46% ഇന്ത്യയിലാണ്. 2024 രാജ്യത്തെ പ്രവാസികൾ $129 ബില്യൺ റെക്കോർഡ് തുക ഇന്ത്യയിലേക്ക് തിരികെ നൽകി. ഒരു വർഷത്തിനുള്ളിൽ ഏതൊരു രാജ്യവും രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന തുകയാണെന്ന് ലോകബാങ്ക് റിപ്പോർട്ട് പറയുന്നു. UPI പേയ്മെന്റ് സംവിധാനത്തിനായി സിംഗപ്പൂർ, UAE പോലെ ഇന്ത്യൻ പ്രവാസികൾ കൂടുതലുള്ള രാജ്യങ്ങളുമായി ഇന്ത്യൻ സർക്കാർ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ UK, US, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി ഇത് സംബന്ധിച്ച കരാറൊന്നും ഏർപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US ഏർപ്പെടുത്തിയ പുതിയ പരസ്പര താരിഫുകളിൽ ഫോക്സ്വാഗൺ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ വളർത്തിയെടുക്കാനുള്ള സാധ്യത കമ്പനി ചൂണ്ടിക്കാട്ടി. ട്രംപ് താരിഫുകൾ ഇന്ത്യക്ക് പുതിയ അവസരങ്ങൾ തുറന്നേക്കാമെന്ന് സ്ക്വാഡ ഓട്ടോ ഫോക്സ്വാഗൺ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ പീയൂഷ് അറോറ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ പുതിയ പരസ്പര താരിഫിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ഈ നീക്കം ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യവസായങ്ങൾക്ക് അവസരങ്ങൾ തുറന്നേക്കാമെന്ന് യൂറോപ്യൻ ഓട്ടോ കമ്പനിയായ സ്ക്വാഡ ഓട്ടോ ഫോക്സ്വാഗൺ പറഞ്ഞു. കാറുകൾ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് തീരുവ തട്ടിപ്പിന് 11,000 കോടി രൂപയുടെ നികുതി ഷോക്കോസ് നോട്ടീസ് നേരിടുന്ന ഗ്രൂപ്പ് 49 ലക്ഷം രൂപ വിലയ്ക്ക് പുതിയ ഫോക്സ്വാഗൺ ടിഗുവാൻ R ലൈൻ പുറത്തിറക്കി. US ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് പ്രഖ്യാപനങ്ങളെ ചുറ്റിപ്പറ്റി ഇപ്പോൾ വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്ന് അറോറ പറഞ്ഞു. പുതിയ ടിഗ്വാൻ R ലൈൻ പുറത്തിറക്കുന്നതോടെ ഇന്ത്യയിൽ ഫോക്സ്വാഗൺ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഫോക്സ്വാഗൺ ഇന്ത്യയുടെ ബ്രാൻഡ് ഡയറക്ടർ ആശിഷ് ഗുപ്ത പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IT കമ്പനികളിൽ AI സാങ്കേതിക വിദഗ്ധർക്ക് വന്നവസരം. മികച്ച AI പരിശീലനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്ന ആവശ്യം. IT സേവന കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ സമീപകാല നിയമനങ്ങളിൽ ഏകദേശം 50% ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനറൽ AI വിഭാഗങ്ങളിലാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ സോവറിൻ ക്ലൗഡ് ആവശ്യകതകളിലെ ഗണ്യമായ വളർച്ച, AI ഇൻഫ്രാസ്ട്രക്ചർ ആധുനികവൽക്കരണം എന്നിവയിലൂടെ ക്ലൗഡ് വിപണിയിൽ ശ്രദ്ധേയമായ മാറ്റമുണ്ടായതായി TCSന്റെ ചീഫ് HR ഓഫീസർ മിലിന്ദ് ലക്കാർഡ് പറഞ്ഞു. ഞങ്ങളുടെ ട്രെയിനി ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ ഡിജിറ്റലിൽ ഞങ്ങൾക്ക് ലഭിച്ച നിയമനങ്ങളുടെ 40% ഈ മേഖലകളിലാണ്, അദ്ദേഹം പറഞ്ഞു. എന്നാൽ AIയിൽ മികച്ച പരിശീലനത്തിന്റെ അഭാവമുണ്ടെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. AI പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണെന്ന് TCS CEO K. കൃതിവാസൻ പറഞ്ഞു. ജോലികളിൽ ഭൂരിഭാഗവും AI സാങ്കേതിക വിദ്യയിലേക്ക് മാറിയിരിക്കുകയാണ്. നിയമനങ്ങളിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. പുതിയ നിയമനങ്ങളിൽ കൂടുതലും ഈ മേഖലകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിപ്രോ, ഇൻഫോസിസ്, മൈൻട്രി, HCL ടെക് തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ ജീവനക്കാരെ പ്രത്യേക AI സ്കിൽ സെറ്റുകളിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. AI വന്നതോടെ IT ജോലികളിൽ സമൂലമായ മാറ്റം വന്നതായി ഈ മേഖലയിലുള്ളവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തിക്കുന്ന K-സ്മാർട്ട് പദ്ധതി സൂപ്പർ ഹിറ്റ്. ജനന മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഓഫീസുകളിൽ ചെല്ലാതെ സ്വന്തമാക്കാമെന്നതാണ് K-സ്മാർട്ടിന്റെ പ്രത്യേകത. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും K-സ്മാർട്ട് വ്യാപിപ്പിച്ചതോടെ വലിയ സ്വീകാര്യതയാണ് പദ്ധതിക്ക് ലഭിക്കുന്നത്.
രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനിൽ ഒരുക്കി നൽകുന്നത്. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ മുതൽ വസ്തുനികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റും വരെ നിരവധിയായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങൾക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. വിവിധങ്ങളായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വിവിധ സോഫ്റ്റ്വെയറുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തെ മാറ്റിക്കൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഫീസിലെത്താതെ തന്നെ ഈ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ കെ സ്മാർട്ടിലൂടെ കഴിയുന്നുവെന്നതാണ് പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.